നമസ്കാരം, ചങ്ങനാശ്ശേരി ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചങ്ങനാശ്ശേരി ടി വിയിൽ നമ്മുടെ വിജയവീതിയിൽ നമ്മോടൊപ്പം ചേരുന്നത് രാജേഷേനാണ്. അത് ഒന്നാന്തരം ഒരു കുടിയനാണ്. അദ്ദേഹം കുടിയൻ എന്ന് പറയുമ്പോൾ വേറൊന്നും ചിന്തിക്കരുത്. പണ്ട് കുടിയനായിരുന്നു, എന്നാൽ ഇന്ന് അദ്ദേഹം നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനറാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മൊത്തം കാണുക, നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും. നമസ്കാരം രാജേഷേട്ടാ. നമസ്തേ. അപ്പം ഞാൻ അങ്ങേ കൂടുതലും കണ്ടതും പരിചയപ്പെട്ടതല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. അപ്പം അങ്ങയുടെ ഒരു വെയിറ്റ് ലോസ് ജേർണി എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഞാൻ നേരത്തെ ഒരു 10-12 വർഷം മുമ്പ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. അപ്പം നാട്ടുകാരും വീട്ടുകാരും എല്ലാം എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ വൈഫ് ഒഴികെ. അപ്പം എനിക്കൊന്ന് തിരിച്ചു വരണമെന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴേ ഞാൻ ജിമ്മ് മേഖലയിലോട്ട് പോയിട്ട് ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോഴേ ശ്രീതു എന്നും പറഞ്ഞൊരു പയ്യനായിരുന്നു എൻ്റെ ട്രെയിനർ. എന്നെ നല്ലോണം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബോഡിയിലൊക്കെ നല്ല നല്ല ട്രാൻസ്ഫോർമേഷൻ വന്നു തുടങ്ങിയപ്പോൾ എനിക്കിതൊരു മത്സരത്തിന് പങ്കെടുക്കാമെന്നുള്ളൊരു ചിന്താഗതി വന്നു. അങ്ങനെ ഞാൻ മത്സരത്തിന് പങ്കെടുത്തിട്ട് മിസ്റ്റർ ആലപ്പുഴ ടൈറ്റിൽ വിൻ ചെയ്തു. മിസ്റ്റർ കേരള ഞാൻ കാറ്റഗറി ഫസ്റ്റ് റണ്ണറപ്പും ഞാനായിരുന്നു. അങ്ങനെ ഇതെൻ്റെ മേഖലയാണെന്ന് എനിക്കപ്പോൾ തിരിച്ചറിവ് വന്നു. പിന്നീട് എനിക്ക് മദ്യപിക്കാനൊരു ടെൻഡൻസി വന്നിട്ടേ ഇല്ല. ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ഞാനിപ്പോൾ എല്ലാവരോടും ഇപ്പം പറയാറുണ്ട്, എൻ്റെ സ്റ്റുഡൻസിനോടെല്ലാം പറയാറുണ്ട്, നിങ്ങൾ എന്തായാലും ശരി, അത് പ്രത്യേകിച്ച് മദ്യപിക്കുന്നവരോട് ഞാൻ പ്രത്യേകം പറയുന്ന കാര്യം, നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം. കാരണം ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങി നമ്മുടെ ബോഡിയുടെ ട്രാൻസ്ഫോർമേഷൻ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും ഒരു മദ്യപാനത്തിലേക്ക് പോകാൻ തോന്നത്തില്ല. അതായത് മദ്യപാനം നിർത്തി ആ രീതിയിലേക്ക് മുന്നോട്ട് പോകും. അതായത് വെള്ളം അടിക്കുന്ന സ്ഥാനത്ത് ജിം അടിക്കാൻ എന്തെങ്കിലും ഒന്ന് അടിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ജിമ്മടി അങ്ങ് ആക്കി. വെള്ളമടി ദോഷവും ജിമ്മടി നല്ലതുമാണെന്ന് മനസ്സിലായതോടെ ഞാൻ ജിമ്മടിയിലോട്ട് മാറി, അത്രയേ ഉള്ളൂ. അതെ, ഞാൻ അങ്ങയുടെ ഇൻസ്റ്റയൊക്കെ നിരന്തരം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിൽ നിന്നൊരു മോട്ടിവേഷൻ എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന് വെക്കാം. ഞാൻ അതിനകത്തൊരു ക്യാപ്ഷൻ കണ്ടു, അതായത് ആഹാരം കഴിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കാന്നുള്ളത്. ഇപ്പോൾ സാധാരണ ചിന്തിക്കുന്നത് ആഹാരം, ഓരോ ട്രെയിനർമാർ പറഞ്ഞ ആഹാരം കുറച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇത് കഴിച്ചുകൊണ്ട് എങ്ങനെ വണ്ണം കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഒന്ന് പറയാം. അല്ല, അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാതല്ല നമ്മൾ ഒരിക്കലും ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. നമ്മൾ ഫുഡ് നമുക്ക് വേണ്ട ആഹാരം കഴിച്ചുകൊണ്ട് തന്നെ വേണം ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ. ഇപ്പം അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ അമിതവണ്ണം ഉള്ളൊരാൾ, പുള്ളിക്കാരി പട്ടിണി കിടക്കുക, അല്ലെങ്കിൽ പുള്ളിക്കാരൻ പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാവുന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ട്രെയിനർമാരോ ജിമ്മിൻ്റെ ആവശ്യമില്ല, വെറുതെ പട്ടിണി കിടന്നാൽ മാത്രം മതി. അങ്ങനല്ല, നമുക്ക് പ്രത്യേക പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ചെന്ന് അങ്ങനെ വേണം വെയിറ്റ് കുറയ്ക്കാൻ. അല്ലെങ്കിൽ പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്കുള്ള കൃത്യമായ പ്രോട്ടീനും കാര്യങ്ങളും കൊടുത്ത് തന്നെ ഞാൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്തത്. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യാതൊരു സപ്ലിമെൻറ്റ് യൂസ് ചെയ്യാറില്ല. ഒരു ഫാറ്റ് ബേണർ പോലും ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് കൊടുക്കാറില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്ത് ഞാൻ പറഞ്ഞ വർക്കൗട്ടും ചെയ്താൽ ഉറപ്പായിട്ടും ഒരു 90 ദിവസം കൊണ്ടൊരു 10 മുതൽ ഒരു 20 കിലോ വരെ ഉറപ്പായിട്ടും കുറയും. ഓക്കെ, നമുക്ക് ചങ്ങനാശ്ശേരി മാത്രമല്ല കേട്ടോ നമ്മുടെ പ്രേക്ഷകരുള്ള, നമുക്ക് പുറത്തോട്ട് വേണ്ട. അപ്പോൾ പുറത്തു നിന്നുള്ളവർ, ഇപ്പോൾ ചേട്ടായുടെ സ്ഥലത്തോട്ട് ആക്സസിബിൾ ആയിട്ട് വരാൻ പറ്റാത്തവർക്ക്, ദൂരെയുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഓൺലൈൻ സേവനം നമുക്ക് അവൈലബിൾ ആണോ? ഞാനിപ്പോൾ നിലവിൽ US, UK, ഇസ്രായേൽ എല്ലാ സ്ഥലത്തുള്ള അതിൻ്റെയൊക്കെ റിവ്യൂസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തുള്ളവർ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എനിക്ക് ട്രെയിനീസ് ഉണ്ട്. എൻ്റെ ജിമ്മിൽ വരണമെന്നൊന്നുമില്ല, നിങ്ങളെ ഓൺലൈനിലായിട്ട് എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. എൻ്റെ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ഫോർമേഷനായിട്ട് ഞാൻ കാണുന്നത് കൃഷ്ണ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. അവൾ ഓൺലൈനാണ് ചെയ്തത്. ഞാൻ ഇന്ന് വരെ അവളെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഒരു നല്ല ട്രാൻസ്ഫർ, 90 ദിവസം കൊണ്ട് അവൾ ഏതാണ്ട് ഒരു 24 കിലോയോളം കുറച്ചിട്ടുണ്ട്. അപ്പം ജിമ്മി പറഞ്ഞൊന്നും ഇതിൽ ബാധകമല്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ, ഇപ്പം ഞാനൊരു സാധനം കണ്ട് ചോദിക്കുന്നതല്ലേ റീഫണ്ട് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പം ചിലർ റീഫണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു ഇത് വരത്തില്ല. നമുക്ക് പോസിബിൾ ആണോ? നമുക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ അത് ഞാൻ വ്യക്തമാക്കി പറയാം. ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട്, ഞാൻ പറയുന്ന വർക്കൗട്ടും ചെയ്തിട്ട് നിങ്ങൾക്ക് 90 ദിവസം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ 100% ഞാൻ പൈസ റീഫണ്ട് ചെയ്തിരിക്കും. അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാൽ റീഫണ്ട് ചെയ്യത്തില്ല. അത് സാധാരണ ഒരാളും അങ്ങനെ കള്ളം പറഞ്ഞ് നമ്മുടെ നിന്ന് പൈസ മേടിക്കാൻ ശ്രമിക്കത്തില്ല. ഇപ്പം നമ്മൾ ചെയ്യാത്തൊരു കാര്യം പറഞ്ഞ് അവർ പറയും, ഇപ്പം ഞാൻ സാറിൻ്റെ ഫോളോ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടത്തില്ലെന്നും പറഞ്ഞ ഒരാൾ കള്ളം പറയത്തില്ലല്ലോ. ഉറപ്പായിട്ടും വന്നാൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വണ്ണം കുറയത്തില്ല, നമ്മൾ പണിയെടുക്കണം. അപ്പം ആ ഒരു സാധനം നമ്മൾ പണിയെടുത്താലേ നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നുള്ളതാണ് സാർ ചുരുക്കം പറഞ്ഞത്. അത് തന്നെ, ഉറപ്പായിട്ടും. അതുപോലെ തന്നെ രാജേട്ടാ, നമുക്ക് ഏത് തരത്തിലുള്ള ആളുകളാണ് അങ്ങേ കൂടുതൽ സമീപിച്ചാൽ കൂടുതൽ റിസൾട്ട് അങ്ങേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത്? അത് പറഞ്ഞാൽ ഈ PCOD തൈറോയ്ഡ് പേഷ്യൻസ് 100% ആൾക്കാരും വിശ്വസിക്കുന്ന അവർക്ക് ഒരു ഫാറ്റ് ലോസോ അല്ലെങ്കിൽ വെയിറ്റ് ലോസോ ഉണ്ടാകത്തില്ലെന്നുള്ളതാണ്. അത് അവരുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഞാൻ ചെയ്യുന്ന 100-90% ആൾക്കാർക്കും PCOD തൈറോയ്ഡോ ഹോർമോൺ ഇംബാലൻസോ ഉള്ള സ്റ്റുഡൻസാണ്. അവർ കൃത്യമായിട്ടൊരു ഡയറ്റ് പ്ലാനും കൃത്യമായിട്ടൊരു വർക്കൗട്ട് പ്ലാനും ചെയ്താൽ ഉറപ്പായിട്ടും അവർക്ക് റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത് എൻ്റെ ട്രെയിനിങ് കൊണ്ട് അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലും ചേട്ടായുടെ കാണുന്നത് ഒരു ലേഡീസിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ പൊതുവേ സാറ് ലേഡീസ് ട്രെയിനറാണോ അതോ
എങ്ങനെ അതിന്റെ സ്പെഷ്യലൈസിങ് ആണോ? അത് ഞാനിങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ആൾക്കാർ പറയുന്ന പുള്ളി ലേഡീസിനെ മാത്രമേ ട്രെയിൻ ചെയ്യത്തുള്ളൂ എന്നാണ് നാട്ടിൽ വരെ സംസാരം. അതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുക്ക് കൂടുതലും വരുന്ന ക്ലയൻസ് ലേഡീസാണ്. ലേഡീസിനാണ് ഞാൻ കൂടുതൽ ട്രെയിൻ ചെയ്തേക്കുന്നത്. പക്ഷേ എൻ്റെ ട്രാൻസ്ഫർമേഷനിൽ 10-20 പേര് ആമ്പിള്ളേരെ ഞാൻ ട്രാൻസ്ഫർമേഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭൂരിഭാഗം ലേഡീസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പറച്ചിൽ വരുന്നത്. ഹിറ്റാകുന്നതല്ല ലേഡീസ്, ഹിറ്റാകുന്നല്ല ലേഡീസാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ലേഡീസ് ആണെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. ആണുങ്ങളാണെങ്കിൽ പൈസ തന്നിട്ട് അത് ഒഴിയുമോ, അതാ പ്രശ്നം. നമുക്ക് ലേഡീസിന് അവർ ചോദിക്കുവാണ്, ഇപ്പൊ ചില ഹസ്ബൻഡ്മാർ ഇത് പറയാ അവർക്ക് ലേഡീസിന് ലേഡി തന്നെ ട്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചേട്ടായിക്ക് ഓപ്ഷൻ? അതിനാണല്ലോ ഞാൻ എൻ്റെ ഭാര്യയെ ട്രെയിനിങ് കൊടുത്ത് അവളെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റോടെ അവിടെ സർട്ടിഫിക്കറ്റ് ഞാൻ ജിമ്മ് നടത്തുന്നത്. അങ്ങനെ ആവശ്യപ്പെടുന്ന ഏത് സ്ത്രീകൾക്കും എൻ്റെ വൈഫിനെ കൊണ്ട് ട്രെയിൻ ചെയ്യാൻ പറ്റും. അവൾ എന്നെപ്പോലെ തന്നെ പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ട്രെയിനറാണ്. പുള്ളിക്കാരി അധികം മുന്നോട്ട് വരുന്നില്ലെന്നുള്ളൂ. എൻ്റെ പല ട്രാൻസ്ഫർമേഷൻ്റെയും പിന്നിൽ പുള്ളിക്കാരിയുടെ കൈകളുണ്ട്. അങ്ങനെ പറ. അപ്പം ചേട്ടായുടെ വിജയത്തിന്റെ പിന്നിലെ ഒരു മെയിൻ ആള് ചേച്ചിയാണെന്നുള്ള അവസാനം ഇന്റർവ്യൂവിനോട് തുറന്നു പറഞ്ഞു. അത് സംശയമില്ല തരാം. ഞാൻ ഇങ്ങനെ തിരിച്ചു വന്നതും ഞാൻ ഇന്ന് ഈ ഫ്ലോറിൽ ഇരിക്കാനും കാരണക്കാരി അവളാണെന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പായിട്ടുള്ള ഒരു വിശ്വാസമല്ല, അതാണ് സത്യം. ഏതൊരു ആണിന്റെ പിന്നിലും ഒരു വിജയത്തിന്റെ പിന്നിലും ഒരു പെണ്ണിന്റെ കരമുണ്ടെന്ന് പറഞ്ഞത് അത് ശരി. അതേപോലെ തന്നെ പരാജയത്തിലും സ്ത്രീകളാണ്, പക്ഷേ ഈ കേസിൽ വിജയത്തിലെ പുറകിലെന്നുള്ളതേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം എന്തായാലും നമ്മുടെ ഇത് വീഡിയോ കണ്ട് വരുന്ന നമ്മുടെ സ്പെഷ്യലൈസ് ആൾക്കാർ എൻക്വയറീസിനെയൊക്കെ ചേട്ടായി നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് നിങ്ങൾക്ക് ഈ വർക്കൗട്ടുമായിട്ടും വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കെല്ലാം താഴെ നമ്മുടെ രേഷയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ട് വിളിക്കാം. സംശയങ്ങൾ ചോദിക്കുന്നതിന് പ്രത്യേക ഫീസ് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട്, താഴെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാ ശരീര സൗന്ദര്യ ആരാധകർക്കും അതുപോലെ ശരീരം നോക്കണം, ആരോഗ്യം നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം തീർച്ചയായും രേഷയുടെ ഒരു ഉപകാരിയായിരിക്കും. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ടതിനെല്ലാം നന്ദിയുണ്ട്. നമസ്കാരം.